ഇക്കഴിഞ്ഞ ദിവസം SLC റിസൾട്ട് വന്ന ആ ഒരു ഡേയിൽ നമ്മൾ കണ്ടതാണല്ലേ. ആ ഒരു SLC പരീക്ഷാ ഫലം വന്നതും നിറയെ മാതാപിതാക്കൾ അവരവരുടെ മക്കൾ മുഴുവനും A+ കിട്ടിയ അവരുടെ മക്കളുടെ പരീക്ഷാ ഫലങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്യുകയും അതിലൂടെ അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷേ അത്തരം കാഴ്ചകൾക്കിടയിൽ ഏറെ നൊമ്പരപ്പെടുത്തിയ മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടുപോയ ഷഹബാസ്, ആ ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷാ ഫലം കൂടി പുറത്തു വന്നു. ഈ ഒരു SLC റിസൾട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ആ ഒരു പരീക്ഷാ ഫലം കണ്ടവരുടെ കണ്ണുകളും നിറഞ്ഞു. കാരണം അത്രമേൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ആ ഒരു മാർക്ക് ലിസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ പുറത്തു വന്നതോടെയാണ്. പക്ഷേ ഷഹബാസിൻ്റെ മാർക്ക് ലിസ്റ്റിന് ചോരയുടെയും കണ്ണീരിനെയും ഒപ്പം ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയുടെയും മണമുണ്ട്. അവൻ എഴുതിയത് ഒരേ ഒരു വിഷയം, ആ വിഷയത്തിനാണെങ്കിലോ A+. അവൻ്റെ എക്സാം എഴുതാൻ കഴിയാതെ പൂർത്തിയാക്കാൻ പോലും അവൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾ തന്നെ അവനെ വിട്ടുകൊടുത്തില്ല. മരണത്തിന് മുൻപ് എഴുതിയ IT പരീക്ഷയ്ക്ക് മാത്രമാണ് ഷഹബാസിന് A+ ഉള്ളതും. ബാക്കിയെല്ലാം ആബ്സെൻ്റ് ആണ്. കാരണം ഷഹബാസ് എഴുതിയത് IT പരീക്ഷ മാത്രമായിരുന്നു. ഈ ഒരു IT പരീക്ഷ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസമായിരുന്നു ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു മകനെ 6ഓളം വരുന്ന ഈ ഒരു ക്രിമിനലുകൾ കൊലപ്പെടുത്തി കളഞ്ഞത്. അതിക്രൂരമായി മർദ്ദിച്ച അവശനായി അവസാനം ആശുപത്രി കിടക്കയിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പൊന്നു മകൻ മരണപ്പെടുന്നുണ്ട്. ആ ഒരു ക്രൂര കൊലപാതകത്തിൽ തൻ്റെ ജീവനെടുത്ത ഒരാൾ തൻ്റെ കൂടെ, അതായത് ചെറുപ്പകാലം മുതൽക്കേ കൂടെ പഠിച്ച ഒരു സഹപാഠിയായിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നിസ്സാരം പറഞ്ഞു തീർക്കേണ്ട കഴിയാവുന്ന ചെറിയൊരു പ്രശ്നം, ആ പ്രശ്നം അവസാനം ചെന്നെത്തിയതോ കൊലപാതകത്തിലേക്കായിരുന്നു. ട്യൂഷൻ സെൻ്ററിലുണ്ടായ ചെറിയൊരു പ്രശ്നം, ആ ഒരു പ്രശ്നം പിന്നീട് വഷളാവുകയും ഈ 6ഓളം വരുന്ന ക്രിമിനലുകളും അതോടൊപ്പം തന്നെ ഷഹബാസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിച്ചതും. നെഞ്ചക്കെന്ന് പറയുന്ന വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഷഹബാസ് എന്ന് പറയുന്ന പൊന്നു മകനെ അവർ മർദ്ദിച്ചതും. ഷഹബാസിൻ്റെ തലയോട്ടി പോലും പൊട്ടിപ്പോയ ഒരവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു മകൻ ആ ഒരു മരണസമയത്ത് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരിക്കുന്ന സമയത്താണ് ആ ഒരു മകൻ മരണപ്പെടുന്നത്. IT പരീക്ഷയിൽ അവൻ A+ ആണ്. അതുപോലെ തന്നെ എല്ലാ പരീക്ഷയിലും അവന് A+ കിട്ടുമെന്ന് തന്നെയാണ് അവൻ്റെ ടീച്ചേഴ്സ് അടക്കം പറഞ്ഞിരുന്നത്. ആ മകനാണ് ഇപ്പോൾ 6 അടി മണ്ണിൽ കിടക്കുന്നത്. പഠിക്കാൻ വളരെയധികം മിടുക്കനായിരുന്ന, എല്ലാ പരീക്ഷയിലും A+ വാങ്ങാനുള്ള അത്രയും ബുദ്ധിയും കഴിവുമുള്ള ആ ഒരു മകനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതല്ലേ. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവൻ എന്തുമാത്രം കാത്തിരുന്നിട്ടുണ്ടാകുമായിരിക്കും. A+കൾ കൊണ്ട് നിറഞ്ഞ പരീക്ഷാ ഫലവുമായിട്ട് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് സന്തോഷത്തോടു കൂടി ഓടി വരുന്ന മകൻ്റെ ആ ചിത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മാതാപിതാക്കൾ എത്രമാത്രം ആഗ്രഹിച്ചു കാണും തൻ്റെ മകൻ്റെ ആ ഒരു സന്തോഷം കാണാൻ. പക്ഷേ ആ മാതാപിതാക്കൾ ഇപ്പോൾ കണ്ണീരിലാണ്, അവർ വല്ലാത്ത പ്രയാസത്തിലാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവർ താലോലിച്ച് ഓമനിച്ച് വളർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട മകനെയാണ്. എല്ലാ മാതാപിതാക്കളെയും പോലെ അവർക്കും വലിയൊരു ആഗ്രഹമുണ്ടാകും. എല്ലാ പരീക്ഷയ്ക്കും A+ വാങ്ങിയ തൻ്റെ മകനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ മകൻ്റെയും ആ മകൻ വാങ്ങിയ ആ ഒരു റിസൾട്ട് സമൂഹ മാധ്യമങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യാനും ആ ഒരു മാതാപിതാക്കളും എല്ലാ മാതാപിതാക്കളെയും പോലെ അവരും ആഗ്രഹിച്ചു കാണും. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. കാരണം അവരുടെ പ്രിയപ്പെട്ട മകൻ ഖബറിലാണ്. ഈ മാർക്ക് ലിസ്റ്റിൽ കാണുന്ന ഒരു A+ അത് മാത്രമാണ് അവന് എഴുതാൻ വിധിച്ചത്. IT എക്സാം കഴിഞ്ഞ ശേഷമാണ് അവൻ കൊല്ലപ്പെടുന്നത്. മുഴുവൻ വിഷയത്തിലും A+ നേടാൻ ഒരുപാട് സ്വപ്നം കണ്ട് നടന്നവൻ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവനും ഈ ഒരു റിസൾട്ട് വന്നപ്പോഴേക്കും അവൻ 6 അടി മണ്ണിലായി. ഒപ്പം ചേർന്ന് നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരുടെയും റിസൾട്ട് അവൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ പരീക്ഷയിൽ താളം തെറ്റിയിരുന്നു. ഷഹബാസിൻ്റെ ഉപ്പ നിയമ പോരാട്ടത്തിലാണ്. നമ്മളൊക്കെ അവനെ പതിയെ മറക്കും. പക്ഷേ ഓരോ SLC പരീക്ഷാ ഫലവും അവൻ്റെ ഓർമ്മകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ഉപ്പ അവനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ്. അവരുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല, മരണപ്പെട്ടു പോയ തൻ്റെ മകൻ എന്തായാലും തിരിച്ചു വരില്ല. മറിച്ച് തൻ്റെ മകന് സംഭവിച്ച ഈ ഒരു ദാരുണമായ ഈ ഒരു സംഭവം അത് നാളെ മറ്റു കുട്ടികൾക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു നിയമ പോരാട്ടം നടത്തുന്നത്. ഷഹബാസ് എഴുതിയ ആ ഒരു പരീക്ഷയിൽ മാത്രം അവൻ A+ വാങ്ങി മുഴുവൻ വിഷയങ്ങളും അവന് എഴുതാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാർക്കൊപ്പം അവനും മധുരങ്ങൾ പങ്കുവെച്ച് കൂട്ടുകാർക്കൊപ്പം എന്തുമാത്രം സന്തോഷിക്കുമായിരുന്നു. പക്ഷേ അതിനു മുന്നേ തന്നെ കൊന്നുകളഞ്ഞു. നിഷ്കളങ്കമായ അവൻ്റെ മുഖം ആ ഒരു ചെന്നായിക്കൂട്ടങ്ങൾ കടിച്ചു കയറുമ്പോൾ അവൻ എത്രമാത്രം ആ മോഹങ്ങളെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടാകും. ഷഹബാസ് ഇന്ന് നമ്മളോടൊപ്പമില്ല.
പക്ഷേ അവനെ കൊന്ന ആ ഒരു കൂട്ടങ്ങൾ ഇന്നും നമ്മളോടൊപ്പമുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ പലരും ഷഹബാസിനെ മറന്നിട്ടുണ്ടാകാം. പക്ഷേ ആ ഒരു പൊന്നുമകനെ പ്രസവിച്ച അവൻ്റെ മാതാവിനെ അവരുടെ മരണം വരെ പ്രിയപ്പെട്ട മകനെ മറക്കാനാകില്ല. തൻ്റെ പൊന്നുമകനെ കൊന്ന ക്രിമിനലുകൾക്കെതിരെയുള്ള പോരാട്ട വഴിയിലാണ് ആ ഒരു മാതാപിതാക്കൾ. അതിക്രൂരമായി കൊലപ്പെടുത്തിയ 6 ക്രിമിനലുകൾക്കും പരീക്ഷ എഴുതാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം ഈ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഈ മകൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ആ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തിക്കൊണ്ട് ഭരണകൂടം പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ക്രിമിനലുകൾക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അന്ന് ഈ ഒരു റിസൾട്ട് വന്ന ടൈമിൽ തന്നെ ഈ ഒരു ക്രിമിനലുകളുടെ SLC പരീക്ഷാഫലം സർക്കാർ പുറത്തുവിടുന്നില്ല എന്നും ഈ കേസിൽ പ്രതികളായതുകൊണ്ടാണ് ഈ ഒരു 6 പേരുടെയും ഈ ഒരു സർക്കാർ പ്രസിദ്ധീകരിക്കാത്തതെന്നുമായിരുന്നു പുറത്തു വന്ന വാർത്ത. ഒരു വിധത്തിലും പഠിക്കാൻ അർഹതയുള്ളവരല്ല ഈ ഒരു 6 ക്രിമിനലുകളും. ഒരുപക്ഷെ ഇവന്മാരൊക്കെ പഠിച്ചു വളർന്ന് വലുതായി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെ വലിയ വിപത്തായി മാറും. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ താമരശ്ശേരിയിലെ ഈ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെ കൊലപാതക കേസിലെ കുറ്റാരോപിതരായ ഈ ഒരു വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം അതായത് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ഷഹബാസിൻ്റെ കുടുംബം രംഗത്ത് വരികയാണ്. പരീക്ഷാഫലം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുടുംബം ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. എന്നാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്നാണ് ഈ ഒരു ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇതിൻ്റെ പിന്നാലെയാണ് ഷഹബാസിൻ്റെ കുടുംബം ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നത്. ഒരു പ്രതി ചേർക്കപ്പെട്ട കുട്ടികളുടെ SLC പരീക്ഷാഫലം 18-നകം അതായത് ഈ മാസം 18-നകം പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. പരീക്ഷാഫലം തടഞ്ഞു വെച്ചത് ഈ ഒരു നടപടി ബാലാവകാശ നിയമത്തിന് എതിരാണെന്നും ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു. ഒരു സാഹചര്യത്തിലാണ് ഷഹബാസിൻ്റെ കുടുംബം പരാതി നൽകിയിരുന്നത്. പരീക്ഷാഫലം തടഞ്ഞതും ഡീബാർ ചെയ്തതും നിയമവിരുദ്ധമാണെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പരീക്ഷാഫലം തടഞ്ഞു വെക്കണമെങ്കിൽ പരീക്ഷയിൽ ക്രമക്കേട് നടത്തണം. എന്നാൽ ഈ 6 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചില്ല എന്നാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 27-നായിരുന്നു ഷഹബാസിനെ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒരു സംഘർഷത്തിന് കാരണം. തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതും. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഈ ഒരു മുഹമ്മദ് ഷഹബാസിനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലച്ചോറിൽ 70% ക്ഷതമേറ്റതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു വിദ്യാർത്ഥി ജീവൻ നിലനിർത്തിയത്. അതിനുശേഷം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇവൻ. പിന്നാലെ ജുവനൈൽ ഹോമിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഈ ഒരു കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ല എന്ന് ആരോപിച്ച് KSU MSF ഒക്കെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റുകയും ജുവനൈൽ ഹോമിലെ പരീക്ഷയ്ക്കുള്ള ഒരു സജ്ജീകരണം തന്നെ ഒരുക്കുകയായിരുന്നു. ഈ 6 ക്രിമിനലുകളുടെയും അവരുടെ എല്ലാവിധ പരീക്ഷകളും റദ്ദാക്കി പരീക്ഷാഫലങ്ങൾ പുറത്തുവിടാതെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മാർഗങ്ങളെയും അടച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം നൽകുന്ന കടുത്തൊരു ശിക്ഷ എന്താണോ അത് തന്നെ അവർക്ക് കിട്ടുക തന്നെ വേണം. അതിനുവേണ്ടി തുടർച്ചയായിട്ടുള്ള ആ ഒരു നിയമ പോരാട്ടം നടത്തണം. ആ മാതാപിതാക്കൾ അതായത് ഷഹബാസിന്റെ ഉപ്പയും ഉമ്മയ്ക്കും വേണ്ടി നമ്മൾ എപ്പോഴും അവരോടൊപ്പം തന്നെ നിൽക്കണം. ആ ഒരു പിതാവ് നടത്തുന്ന ആ ഒരു നിയമ പോരാട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക. അതുപോലെ തന്നെ മരണപ്പെട്ട ഷഹബാസിന് വേണ്ടിയിട്ടും നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം.